അവിടുത്തെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോ വാപ്പയായ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, ആരാണ് എന്റെ വാപ്പാനെ തല്ലിയത്? ആരാണ് എന്റെ വാപ്പാന്റെ മുഖത്തടിച്ചത്? സ്നേഹം നിറഞ്ഞ പെങ്ങന്മാരെ, നിങ്ങളെപ്പോലെ വികാരമുള്ള, നിങ്ങളെപ്പോലെ വിചാരമുള്ള, നിങ്ങളെപ്പോലെ ആഗ്രഹങ്ങളുള്ള പെണ്ണാണ്. പക്ഷേ അവരൊന്നും ഈ ദുനിയാവിനെ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ആ പെണ്ണിന്റെ ഫാത്തിമ എന്ന് പറയുന്ന പിഞ്ചോമന അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ മകളുടെ ഹൃദയം പോലും, അവിടുത്തെ മുലപ്പാല് പോലും പട്ടിണി കിടന്ന് വറ്റിപ്പോ എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ റസൂലുള്ളാഹിനെ അല്ലാതെ മറ്റാരെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? ഈ റസൂലിനെ അല്ലാതെ മറ്റാരെയാണ് നമ്മൾ സ്തുതിപാഠകങ്ങൾ അനുവർത്തിക്കേണ്ടത്? ഈ നബിയുടെ മൗലിദല്ലാതെ, ഈ നബിയുടെ പേരിലുള്ള മദ്ഹല്ലാതെ, ഈ നബിയുടെ പേരിലുള്ള സ്വലാത്തല്ലാതെ പിന്നെ ആർക്കു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കേണ്ടത്? യാ അല്ലാഹ്, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഒരുപാട് റമളാൻ മാസം കടന്നു വന്നു, ഒരുപാട് റബീഉൽ അവ്വൽ മാസം കടന്നു വന്നു. എന്നിട്ടും എന്തേ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നാകാത്തത്? എന്നിട്ടും എന്തേ വഴിവിട്ട ജീവിതങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കാത്തത്? അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഏറെ പ്രാധാന്യമുള്ള ദിവസമാണിതെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. ഏറെ പ്രാധാന്യമുള്ള ദിവസം റബീഉൽ അവ്വൽ 12ന്റെ ദിവസത്തിനെ ആദരിക്കുന്ന മുസ്ലിമല്ലാത്ത ആളുകൾക്ക് പോലും അല്ലാഹു നന്മ ചെയ്യുമെന്നാണ് മഹാരഥന്മാര് പറയുന്നത്. മുത്തായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മൂത്താപ്പയായ അബൂ ലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ നബി തങ്ങളുടെ മൂത്താപ്പയാണ്, പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ആ അബൂ ലഹബ് എന്ന് പറയുന്ന ധിക്കാരിയായ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ